ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ചെറിയ തോതിൽ എങ്ങനെ ഗണപതി ഹോമം കഴിക്കാം. നമ്മുടെ വീടുകളിൽ ചെറിയ തോതിൽ എങ്ങനെ ഗണപതി ഹോമം കഴിക്കാം എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. അതിനായി ഒരു ഹോമകുണ്ഡം ഉണ്ടാക്കണം. ഹോമകുണ്ഡത്തിൻ്റെ അടിയിൽ ചാണകം കൊണ്ട് മെഴുകണം. ചാണകം കൊണ്ട് മെഴുകിയിട്ടാണ് ഹോമകുണ്ഡത്തിന് തീ കൊടുക്കുന്നത്. അതിന് ചകിരി, ചിരട്ട, അതുപോലെ ഉള്ള പ്ലാവ് വിറക് അങ്ങനെ ഇവിടെ കിട്ടുന്നതൊക്കെ ഉപയോഗിക്കാം. പ്ലാവിൻ്റെ ചെറിയ വിറകുകളൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഒരു വിളക്ക് ഗുരുവിനോ പരദേവതയ്ക്കോ അത് ഈ ഭാഗത്താണ് വെക്കേണ്ടത്. പിന്നെ മറ്റേ വിളക്ക് ഗണപതിക്കും വെക്കാം. അങ്ങനെ 2 വിളക്ക് വെക്കണം ഗണപതി ഹോമം കഴിക്കുമ്പോൾ. അതിപ്പോൾ ആർക്ക് വേണേൽ കഴിക്കാൻ പറ്റുന്നതാണ് ഞാൻ പറയുന്നത്. നമ്പൂതിരിമാർക്ക് കഴിക്കാൻ പറ്റുന്നതല്ല. നമ്പൂതിരിമാർക്കല്ല, ആർക്ക് വേണേൽ, ഏത് ജാതിക്കാർക്ക് വേണമെങ്കിലും കഴിക്കാം. ശരീരശുദ്ധിയും മനഃശുദ്ധിയും ഉണ്ടെങ്കിൽ ആർക്കും കഴിക്കാമെന്നുള്ളതാണ്. അതുപോലെ രാവിലെ കുളിച്ച് വന്ന് കുറി തൊട്ട് അങ്ങനെ ഇതുപോലെ 2 വിളക്ക് വെക്കുക, ഹോമകുണ്ഡം കൂട്ടുക, അങ്ങനെ. പിന്നെ പൂവ് വേണം. പിന്നെ നാളികേരം വേണം. നാളികേരവും ശർക്കരയും വേണം. അത് മാത്രം മതി. നാളികേരം ശർക്കരയും മാത്രമായാലും മതി. പിന്നെ അവല്, മലര്, കൽക്കണ്ടം, മുന്തിരി, കരിമ്പ്, അതുപോലെയുള്ള ഗണപതി നാരങ്ങ, അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കാം. പക്ഷേ പ്രത്യേകിച്ച് വേണ്ട, ഇതുങ്ങൾ ചെറുതായിട്ട് കഴിക്കുകയാണെങ്കിൽ ശർക്കരയും നാളികേരവും ശർക്കരയും മാത്രം മതി. അങ്ങനെ ഹോമകുണ്ഡം കത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി പൂജാപാത്രങ്ങളൊക്കെയാണ് ഒരുക്കേണ്ടത്. പൂജാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു കിണ്ടി, ഒരു ശംഖ്, ഒരു ചന്ദനോടം, അങ്ങനെ 3 പാത്രങ്ങളാണ്. പിന്നെ ആവശ്യത്തിനുള്ള പൂവും വേണം. ഞാൻ ഇവിടെ പൂവെടുത്തത് ഇപ്പോൾ കിട്ടിയത് തുളസിപ്പൂവും നന്ദ്യാർവട്ടത്തിൻ്റെ പൂവാണ് കിട്ടിയത്. വേറെ പൂവൊന്നും കിട്ടിയില്ല. പിന്നെ നമുക്ക് തെച്ചിപ്പൂവോ ചെമ്പരത്തിപ്പൂവോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതൊക്കെയാണ് ഗണപതി ഹോമത്തിന് വേണ്ട സാധനങ്ങൾ. അങ്ങനെ ഹോമം കൊണ്ട് കത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമസ്കരിക്കാം. ഓം ഗണപതി നമാന്ന് പറഞ്ഞ് 2 കൈ കൊണ്ട് ഇങ്ങനെ തൊട്ട് ഇതാക്കി നമസ്കരിക്കാം. പിന്നെ ആദ്യം വേണ്ട ശംഖുപൂരണം ഉണ്ടാക്കുക. ശംഖുപൂരണം ഉണ്ടാക്കണമെങ്കിൽ ഈ ചന്ദനവും പൂവും അക്ഷതവും എന്ന് പറഞ്ഞാൽ അരിയും നെല്ലും കൂടി കൂട്ടിയതാണ്. അക്ഷത ഞാൻ എടുത്തില്ല. അതൊക്കെ കിണ്ടിയിലിട്ടിട്ട് ഓം ഹിമേ ആവ ശിവാസന്തു ശുഭാശുദ്ധ നിർമ്മല പാദനാ ശോധനാശേഷ സൂര്യശു. അത് ഞാൻ കാണിച്ചു തരാം. ഒരു കൈ വെക്കുക, ഇടത്തെ കൈ ഇങ്ങനെ വെക്കുക. ഇടത്തെ കൈ ഇങ്ങനെ വെച്ചിട്ട് വലത്തെ കൈ കൊണ്ട് ഇടത്തെ കൈ അടയ്ക്കുക. ഈ വിരൽ പൊക്കി വെക്കുക. എന്നിട്ട് ഇമേ ആവ ശുഭാസന്തു ശുദ്ധശ്ച നിർമ്മല പാവന ശീതള ശൈവ പൂതന സൂര്യശ്ച നിർമ്മഹി. അങ്ങനെ ആ മന്ത്രം ജപിച്ചിട്ട് ഇതെടുക്കുക. പിന്നെ വിരലെടുക്കുക. പിന്നെ ശംഖുപൂരണമുണ്ട്. ശംഖിൽ വെള്ളം എടുക്കുക. ശംഖിൽ വെള്ളം എടുത്തിട്ട് ഓം ഗംഗേ ചെയ്യും വെള്ളവും ചന്ദനവും പൂവും, അതുപോലെ ശംഖിലും വേണം. ചന്ദനവും പൂവും അക്ഷതം എടുക്കുക. ചന്ദനം പൂവും അക്ഷതം എടുത്തിട്ട് ശംഖിലേക്ക് ഇങ്ങനെ കാട്ടിയിട്ട്, ഇത് 2 കൈ കൊണ്ട് ചെയ്യേണ്ടതാണ് കേട്ടോ. ഞാൻ ഇത് ക്യാമറ പിടിക്കുന്നതിനെ കൊണ്ട് ഒറ്റ കൈ കൊണ്ട് ചെയ്യുന്ന. ഓം ഗംഗേ ച യമുനേ ച ഗോദാവരി നർമ്മദാ സിന്ധു കാവേരി ജലസ്മി സന്നിധിയും ഗുരു എന്ന് പറഞ്ഞ് വെക്കാം. അങ്ങനെ 3 പ്രാവശ്യം കിണ്ടിയിലേക്ക് ഒഴിക്കുക. 3 പ്രാവശ്യം കിണ്ടിയിലേക്ക് ഒഴിക്കുക. എന്നപ്പോൾ അങ്ങനെ ശംഖുപൂരണമായി. ചെറിയ തോതിൽ കഴിക്കുന്നതാണ് പറയുന്നത്. എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഗണപതി ഹോമമാണ് പറയുന്നത്. ജാതിഭേദം ഇല്ലാതെ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഗണപതി ഹോമം. ശംഖുപൂരണം ഉണ്ടാക്കി
ഇനി ഹോമകുണ്ടത്തിന് ഓം ഗംഗണപതയെ നമഃ എന്ന് പറഞ്ഞ് പൂവ് ആരാധിക്കുക. പൂവ് ജലഗന്ധ പുഷ്പം ആരാധിക്കുക. ഓം ഗംഗണപതയെ നമഃ, ഓം ഗംഗണപതയെ നമഃ, ഓം ഗംഗണപതയെ നമഃ. പിന്നെ ഇത് ഗണപതി നദിക്കുക. ഓം പ്രാണായ സ്വാഹ, ഓം അപാനായ സ്വാഹ, ഓം വ്യാനായ സ്വാഹ, ഓം ഉദാനായ സ്വാഹ, ഓം സമാനായ സ്വാഹ. അങ്ങനെ ഗണപതി നദിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഇട്ടിട്ട് അങ്ങോട്ട് നദി വടക്കോട്ട് നദിക്കുക. പിന്നെ ഹോമകുണ്ടത്തിലേക്ക് ഇതാക്കുക. ഗണപതിനെ ആവാഹിക്കുക. ഗണപതിനെ ആവാഹിച്ച് ഓം ഗംഗണപതയെ നമഃ എന്ന് പറഞ്ഞ് ഓം ഗംഗണപതയെ നമഃ എന്ന് പറഞ്ഞ് ഗണപതി ഹോമം ഗണപതി ഹോമം നടത്തും. ഓം ഗംഗണപതയെ നമഃ, ഓം ഗംഗണപതയെ നമഃ, ഓം ഗംഗണപതയെ നമഃ, ഓം ഗംഗണപതയെ നമഃ. അതാണ്. അങ്ങനെ ചെയ്താൽ ഗണപതി പ്രസാദിക്കുന്നതാണ് ഐതിഹ്യം. വിസ്തരിച്ച് ഇനിയും ചെയ്യാണ്ട്, ബാക്കി ചെയ്യാൻ പറ്റുന്നില്ല. ബാക്കി ചെയ്യാനാണെങ്കിൽ ഈ ക്യാമറ എവിടെയെങ്കിലും വെക്കണം. അതിനെക്കൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അന്നപ്പം ഗണപതി ഹോമം കഴിഞ്ഞു കിട്ടോ. ഇനി ഗണപതി ഹോമം കഴിഞ്ഞു, ഹോമമൊക്കെ കഴിഞ്ഞു, ഗണപതി ഹോമം കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ചെറിയ തോതിൽ ചെയ്യുന്നതിനെ കൊണ്ട് ഇങ്ങനെ ചുരുക്കിയത്, ഇത്രയും നീട്ടിക്കൊണ്ടാകാത്തതാണ്. 2 വിളക്ക് വെക്കണം. ഒന്ന് ഗണപതിക്കും ഒന്ന് ഗുരുവിനും. പിന്നെ ഹോമകുണ്ടം ഉണ്ടാക്കണം. ഹോമകുണ്ടത്തിൽ തീ കത്തിച്ചതിന് ശേഷമാണ് നമുക്ക് പൂജ തുടങ്ങേണ്ടത്. ഗണപതി ഹോമം തുടങ്ങേണ്ടത് ഹോമകുണ്ടം കത്തിച്ചതിന് ശേഷമാണ്. അങ്ങനെ നമ്മുടെ ഗണപതി ഹോമം കഴിയാറായി. തീയൊക്കെ നല്ലോണം കത്തുന്നുണ്ട്. ഗണപതി നല്ലോണം പ്രസാദിച്ചിരിക്കുന്നു. ഐശ്വര്യമായിട്ട് ഗണപതി ഹോമം കഴിഞ്ഞു. ഇനി തീ കത്തി കഴിഞ്ഞതിന് ശേഷം എഴുന്നേൽക്കാൻ പാടുള്ളൂ. നമ്മളെ ഇരുന്നേരത്തുനിന്ന് എഴുന്നേൽക്കണമെങ്കിൽ തീയൊക്കെ കത്തിത്തീരണം. അതുവരെ നമുക്ക് എന്ത് മന്ത്രം വേണമെങ്കിലും ജപിക്കാം. ഗണപതി മന്ത്രമോ സരസ്വതി മന്ത്രമോ എന്ത് വേണമെങ്കിലും ജപിക്കാം. മന്ത്രങ്ങൾ ജപിക്കണം. പിന്നെ വിളക്ക് കെടുത്തി തീയൊക്കെ കെട്ട് വിളക്കൊക്കെ കെടുത്തി കഴിഞ്ഞാൽ നമുക്ക് എഴുന്നേൽക്കാൻ പറ്റും. അതോടുകൂടി ഗണപതി ഹോമം കഴിയും. നമ്പൂതിരിമാരെ വിളിച്ച് ചെയ്യുന്നതല്ല പറയുന്നത്. നമ്പൂതിരിമാർ അധികം ആൾക്കാർ ചെയ്യുന്നത് എന്താ വെച്ചാൽ, നമ്പൂതിരിമാർക്ക് 2000, 3000, 10000 ഒക്കെ കൊടുത്തിട്ട് ഗണപതി ഹോമം കഴിക്കുന്നതാണ്. അതിനേക്കാട്ടിലൊക്കെ എത്രയോ നല്ലതാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ തന്നെ കുളിച്ച് ശുദ്ധമായിട്ട് ഗണപതി ഹോമം കഴിക്കുന്നത്. എത്ര ഒരു 10 മിനിറ്റ് നേരത്തെ ജോലിയുള്ളൂ. 10 മിനിറ്റ് നേരത്തെ ജോലിയുള്ളൂ. അതിനാണ് 10000, 20000 ഒക്കെ നമ്പൂതിരിമാർ വാങ്ങുന്നത്. നമ്പൂതിരിമാരാകുമ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ അവരിങ്ങനെ 2000 റുപ്യ വാങ്ങുന്നതല്ല. അതിനെക്കൊണ്ട് കുളിച്ച് ശുദ്ധമായിട്ട് വന്ന് ചെയ്യേണ്ട കാര്യമല്ലോ. അതുപോലെ എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കുക. നല്ലവണ്ണം പ്രസാദിക്കുന്നുണ്ട് ഗണപതി. ഗണപതി പ്രസാദിച്ചില്ലെങ്കിൽ തീയൊക്കെ കിട്ടുമോ അല്ലേ? നേരത്തെ ഞാൻ തീ ശരിക്കും കത്തിച്ചില്ലേനു. അതാ നേരത്തെ പറഞ്ഞു തരാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.